ഞെട്ടലുളവാക്കിയ ഒരു സംഭവമാണ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര മുട്ടക്കാട് സ്വദേശിനി സുനിതകുമാരിയുടെ മരണം. അടുക്കളയിൽ തീ പിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ വീട്ടമ്മയുടെ മരണം പ്രാഥമികമായി ഒരു ഗ്യാസ് ലീക്ക് അപകടമാണെന്ന് കരുതിയെങ്കിലും പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. എന്നാൽ മരണകാരണം ആത്മഹത്യയാണ് എന്നതിലുപരി മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തതോടെ കേസ് ഒരു പുതിയ തലത്തിലേക്ക് മാറുകയും പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒരു പ്രമുഖനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതരമായ ലൈംഗിക ചൂഷണ ആരോപണങ്ങളാണ് സുനിതകുമാരി തന്റെ കുറിപ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കണ്ടെത്തലോടെ ഒരു സാധാരണ അപകട മരണം ഒരു ആത്മഹത്യാ പ്രേരണ കേസായി ലൈംഗിക ചൂഷണ കേസുമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. മുട്ടക്കാട് സ്വന്തമായ ഒരു ബേക്കറി നടത്തി വരികയായിരുന്നു സുനിതകുമാരി. വീട്ടിൽ മക്കളും സുനിതയും മാത്രമാണ് താമസിച്ചിരുന്നത്. മകൾ പതിവ് പോലെ രാവിലെ ജോലിക്ക് പോയതിനു ശേഷമാണ് സംഭവ സമയം മകൻ അഖിൽ വീട്ടിലുണ്ടായിരുന്നു. അടുക്കള ഭാഗത്തു നിന്നും സുനിതയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ മകനും സമീപവാസികളും ചേർന്നാണ് അവരെ ആദ്യം നെയ്യാറ്റിൻകരയിലെ പ്രാദേശിക ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചത്. എങ്കിലും ഗുരുതരമായി പൊള്ളലേറ്റ സുനിതകുമാരിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരണത്തെ തുടർന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ അടുക്കളയിൽ ഗ്യാസ് ചോർച്ച ഉണ്ടായതാകാം തീപിടുത്തത്തിന് കാരണമായതെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്തുകയും സുനിതകുമാരിയുടെ മുറി പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിക്കുന്നത്. ഈ കുറിപ്പാണ് കേസിന്റെ ഗതി പൂർണ്ണമായും മാറ്റിയെഴുതിയത്. ആത്മഹത്യാക്കുറിപ്പിന്റെ ഉള്ളടക്കം പോലീസിനെ പോലും അമ്പരപ്പിച്ചു. താൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നിലെ കാരണങ്ങൾ കൃത്യമായി സുനിതകുമാരി അതിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ കുറിപ്പിലാണ് നഗരസഭയിലെ പ്രമുഖ ജനപ്രതിനിധിയായിട്ടുള്ള ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. താൻ ജോസ് ഫ്രാങ്കിളിനാൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്നായിരുന്നു കുറിപ്പിലെ പ്രധാന വെളിപ്പെടുത്തൽ. തന്റെ ദുരിതങ്ങൾക്ക് കാരണം ഈ വ്യക്തിയാണെന്നും അദ്ദേഹവുമായുള്ള ബന്ധം തനിക്ക് താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദം നൽകിയെന്നും കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. ലൈംഗിക ചൂഷണത്തിന് പുറമെ മാനസികമായി നിരന്തരം പീഡിപ്പിക്കപ്പെട്ടു എന്ന സൂചനയും കുറിപ്പ് നൽകുന്നുണ്ട്. ഇതാണ് കടുംകൈ ചെയ്യാൻ സുനിതകുമാരിയെ പ്രേരിപ്പിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചതോടെ പോലീസ് കേസ് ആത്മഹത്യാ പ്രേരണ, ലൈംഗിക ചൂഷണം എന്നീ വകുപ്പുകൾ ചുമത്തി അന്വേഷണം ആരംഭിച്ചു. ഈ കണ്ടെത്തൽ കേവലം ഒരു മരണത്തിന്റെ അന്വേഷണം എന്നതിലുപരി അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെതിരായ ക്രിമിനൽ കേസായി മാറി. ജോസ് ഫ്രാങ്കിളിനെതിരായ ആരോപണം നെയ്യാറ്റിൻകരയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളും ഉണ്ടാക്കി. പ്രതിപക്ഷ പാർട്ടികൾ ഈ സംഭവം ആയുധമായി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി. നഗരസഭയിൽ ഒരു പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ഇയാൾ ശക്തമായ രാജ്യസമ്മർദ്ദത്തിലാണ്. ആരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് വേഗത്തിലാക്കി. പൊതുപ്രവർത്തകനായ ഒരാൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ സാധ്യതയുണ്ട് എന്നതിനാൽ പോലീസ് ജാഗ്രതയോടെയാണ് നീങ്ങുന്നത്. കോൺഗ്രസ് നേതൃത്വവും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായി. പ്രാദേശിക തലത്തിൽ ഒരു നേതാവിനെതിരെ ലൈംഗിക ചൂഷണ ആരോപണം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ആരോപണ വിധേയനായതിനെതിരെ ഉടൻ നടപടിയെടുക്കാനുള്ള സമ്മർദ്ദവും നേതൃത്വത്തിനുമേലുണ്ട്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര അന്വേഷണങ്ങളും നടപടികളും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് മുഖ്യ തെളിവായതിനാൽ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നു. ഇതിനായി സുനിതകുമാരിയും ഇയാളുമായി നടന്ന ഫോൺ സംഭാഷണങ്ങളുടെയും സന്ദേശങ്ങളുടെയും വിശദാംശങ്ങൾ ശേഖരിക്കും. മകൻ അഖിലിന്റെയും സമീപവാസികളുടെയും മൊഴികൾ വീണ്ടും രേഖപ്പെടുത്തും. കൂടാതെ ബേക്കറിയിലെ ജീവനക്കാരുമായും മറ്റ് സുഹൃത്തുക്കളുമായും ജോസ് ഫ്രാങ്കിളിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചറിയും. ആത്മഹത്യാക്കുറിപ്പ് സുനിതയുടെ കൈവശം തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും. ജോസ് ഫ്രാങ്കിളിനെ ഉടൻ തന്നെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കേസ് നീങ്ങാനുള്ള സാധ്യതയുമുണ്ട്. ഈ സംഭവം വ്യക്തിപരമായ ദുരിതത്തിനപ്പുറം നിരവധി സാമൂഹിക ധാർമ്മിക പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ തങ്ങൾക്കുള്ള അധികാരം ഉപയോഗിച്ച് ദുർബലരായ വ്യക്തികളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പ്രവണത സമൂഹത്തിൽ വർദ്ധിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നവർക്ക് നീതി ലഭിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എത്രത്തോളം ഗൗരവകരമാണ് എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. പൊതുസേവനത്തിനായി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രശ്നങ്ങൾ ചർച്ചാ വിഷയമാവുന്നു. നെയ്യാറ്റിൻകരയിലെ ഈ സംഭവം ഒരു വീട്ടമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തം മാത്രമല്ല, അധികാരത്തിന്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും അതിന് നീതി ലഭിക്കാൻ ഇരയ്ക്ക് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചുമുള്ള ഒരു സാമൂഹിക ചോദ്യമാണ്. സുനിതകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പ് നിയമത്തിന് മുന്നിലുള്ള ഒരു തെളിവ് മാത്രമല്ല, അധികാരത്തിന്റെ ഇരുണ്ട മുഖം വെളിപ്പെടുത്തുന്ന ഒരു മരണമൊഴി കൂടിയാണ്. ഈ കേസിന്റെ സമഗ്രമായ അന്വേഷണത്തിലൂടെ മാത്രമേ സുനിതകുമാരിക്ക് നീതി ലഭിക്കുകയുള്ളൂ. നീതിന്യായ വ്യവസ്ഥയുടെ ഇടപെടൽ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് പോലും നിയമത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാനും സഹായിക്കും.